അല്ല നിങ്ങളെ പ്രത്യേകമായിട്ട് നമ്മൾ കാണണം. ഇപ്പൊ ഇതിന്റെ പ്രൊവോക്കേഷൻ അതെ ബോർഡ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇന്ന് മീറ്റിംഗ് ഉണ്ട്, ട്രാൻസ്ഫറുകളുണ്ട്, പിന്നെ ശബരിമലയുടെ കാര്യങ്ങളുണ്ട്. ശബരിമല ഇപ്പോൾ നമ്മൾ 14-ാം തീയതി തൊട്ടൊരു ഗ്രീൻ ശബരിമല ആരംഭിക്കുകയാണ്. 14-ാം തീയതി ഞാനും മെമ്പർമാർ പോയിട്ട് അവിടെ പ്ലാൻ ചെയ്യും. ഇന്നൊരു മീറ്റിംഗ് നടന്നത് എന്താണെന്ന് പറഞ്ഞാൽ ശബരിമല തീർത്ഥാടനത്തിൻ്റെ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മളും പറഞ്ഞു ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കുകയാണ്. എല്ലാ വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി ബോർഡ്, ഫോറസ്റ്റ്, പോലീസ് എല്ലാവരും കൂടെ ചേർന്ന് ശബരിമല തീർത്ഥാടനത്തിൽ നമ്മൾ പറയുന്ന പുതുമയുള്ള കാര്യങ്ങളെല്ലാം വരത്തക്ക രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന് തീരുമാനങ്ങളെടുത്തു. ഒരു ഗ്രീൻ പ്രോട്ടോക്കോൾ മാത്രമല്ല, ഒരു സാനിറ്റേഷൻ്റെ ഒരു പ്രോട്ടോക്കോൾ പ്രത്യേകമായിട്ട് നമ്മൾ ഉണ്ടാക്കി. ശുചിത്വ മിഷനുമായിട്ട് വലിയ ദീർഘമായ ചർച്ച കഴിഞ്ഞതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ, അവിടെ സാനിറ്റേഷൻ ശരിയാവുന്നില്ല എന്നുള്ളതാണ്. അവിടെ സാധാരണ ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് പ്ലാസ്റ്റിക് ബിന്നുകൾ വാങ്ങി വെച്ചിട്ടുണ്ട്, അതിനകത്തെല്ലാം കൂടെ എടുത്തിടുന്നു, എല്ലാം കൂടെ കൊണ്ട് ഇൻസിഡൻറ്റ്. അത് മാറിയിട്ട് ഒരു 3 ബിൻ പ്രോട്ടോക്കോളിലേക്ക് പോവുകയാണ് നമ്മൾ. അതിനുവേണ്ടി ആവശ്യത്തിലേറെ സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ള ബിന്ന് വയ്ക്കും. അത് പിന്നെ ബയോഡിഗ്രേഡബിൾ, നോൺ ബയോഡിഗ്രേഡബിൾ, ഹസാർഡസ് ആയിട്ടുള്ള 3 വേസ്റ്റ് സോഴ്സിൽ തന്നെ ഈ കടകൾക്ക് തന്നെ അതിനുള്ള ഉത്തരവാദിത്വം കൊടുക്കും. അതിന് കരാറ് ആയിട്ടുണ്ട്. അത് വച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രത്യേക രീതിയിൽ അതിനെ സംസ്കരിക്കാനുള്ള ബയോ പ്ലാന്റ് ഇപ്പോൾ പ്രവർത്തനക്ഷമമാക്കണം. അതെല്ലാം ചെയ്യണം. വേറൊരു കാര്യം, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇരിക്കാനും അറിയില്ല. അന്നദാനത്തിലേക്ക് വരാറാകുന്നില്ല. അതിപ്പോൾ നേരത്തെ മുൻകൂട്ടി തയ്യാറെടുപ്പിൻ്റെ കാര്യം ആവശ്യമില്ല. ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? എനിക്കൊന്നും അറിയാമോ എന്താണ്? അയാളെ അവരുടെ അഭിഭാഷകനായിരുന്ന KV പ്രദീപിനെയാണ് ഇപ്പോൾ സർക്കാർ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറായിട്ട്. എനിക്കതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടെ. ഞാൻ അഭിപ്രായം പറയേണ്ട ഒരു വിഷയമല്ല. നിങ്ങൾ ശബരിമലയിലേക്ക് വരും. എനിക്കറിഞ്ഞൂടെ. ഈ പറഞ്ഞത് അങ്ങയുടെ വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു ഈ ഓൺലൈൻ സംവിധാനം, റെസിപ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഒഴിവാക്കുന്നത്. ഇപ്രാവശ്യം ശബരിമലയിൽ മാത്രമല്ല, നമ്മളിപ്പോൾ കിറ്റ്ഫ്രൈയുമായിട്ടൊരു ധാരണാപത്രം ഒപ്പിട്ടിട്ട് നമ്മൾ വളരെ വിപുലമായിട്ടുള്ള ഒരു ഡിജിറ്റൈസേഷൻ പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. ശബരിമലയിൽ ഒരു ഏർപ്പാടും ഈ കാശ് കൊടുത്തുള്ള പരിപാടിയില്ല. എല്ലാം ഓൺലൈനിലേ നടക്കുകയുള്ളൂ. നോട്ട് ഓൺലി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ മാത്രമല്ല, ഈവൻ ഭരണപരമായ കാര്യങ്ങൾ പോലും നമ്മളിതിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു പ്രധാന കാര്യം, പിന്നെ 20-ാം തീയതി നമ്മൾ ഈ ക്രൗഡ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും IT-യും എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെപ്പറ്റി ഒരു വർക്ക്ഷോപ്പ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും നമ്മളും കൂടി ചേർന്ന് ഒരു 6ഓളം ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന AI എക്സ്പേർട്സിനെ വിളിച്ചിട്ട് കൊച്ചിയിൽ വെച്ചിട്ട് ഒരു വലിയ സമ്മേളനം നടക്കുകയാണ്, ഒരു വർക്ക്ഷോപ്പ് നടക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചാൽ ഒരു പ്രോട്ടോക്കോൾ നമ്മൾ ഉണ്ടാക്കും. ഈ നിലയ്ക്കലും പമ്പയിലും മരക്കൂട്ടത്തിലും സന്നിധാനത്തിലും എല്ലാം ആളുകളെ വെറുതെ കയറ്റിവിടുകയല്ല, ഒരു റിയൽ ടൈം ബേസിസിൽ AI ഉപയോഗിച്ചിട്ട് എത്ര പേരെ കടത്തി വിടൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചെയ്യാനുള്ള ഒരു പ്രോട്ടോക്കോളിലേക്ക് പോകാനുള്ള ആരംഭമാണ്. 20-ാം തീയതി കൊച്ചിയിൽ IMA ഹാളിൽ വെച്ചിട്ടുള്ള പരിപാടിയാണ്. അതെല്ലാം അതിൻ്റെ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ശബരിമല തീർത്ഥാടനം ഒരു പ്രൊഫഷണലായിട്ട് ഇപ്രാവശ്യം മാനേജ് ചെയ്യണമെന്നുള്ള നമ്മുടെയും മറ്റുള്ളവരുടെയും സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് ബോർഡ്. നിങ്ങൾ പ്രത്യേകമായിട്ട് ഞാൻ ശബരിമലയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ബ്രീഫ് ചെയ്യാനായിട്ട് വീണ്ടും വിളിക്കും. ഈ ആഡി സിസ്റ്റം ക്രമക്കേടുകൾ ഒരുപാട് അവിടെ നടന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഉണ്ടാവാം. ആഡി സിസ്റ്റം നെയ്യെ പറ്റി പറയുന്നു, ഭസ്മ എന്താണ് മറ്റേ വേറെന്ത് പറഞ്ഞില്ല, ഇപ്പോൾ അഷ്ടാഭിഷേകത്തിനെ പറ്റി പറഞ്ഞു. എന്ത് തൊട്ടാലും അഴിമതി എന്ന് വേണമെങ്കിൽ തോന്നത്തക്ക രീതിയിൽ പല പഴയ കാര്യങ്ങളും പൊങ്ങി വരുന്നുണ്ട്. നല്ലത് വരട്ടെ. ഓരോന്ന് രംഗത്ത് വരുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് അത് ഭാവിയിൽ അത് ഉണ്ടാകാതിരിക്കാനുള്ള ചില ക്രമീകരണങ്ങളിലേക്ക് നടക്കാൻ നമ്മളെ സർക്കാർ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ ഒരു 0 ടോളറൻസ് ടു കറപ്ഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രീ ഓഡിറ്റ് അല്ലെങ്കിൽ പ്രീ വിജിലൻസ്, ഇവിടെ അപകടം സംഭവിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ അതില്ലാതായിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ്. നിങ്ങളുടെ സഹകരണം ഉണ്ടാവട്ടെ, നമുക്ക് ഭംഗിയായിട്ട് നടത്താൻ സാധിക്കും. ഞങ്ങൾ വലിയ തയ്യാറെടുപ്പിലാണ്. എനിക്കറിയാം, ഞാൻ അറിഞ്ഞില്ല നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയില്ല. യുക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള ഫോറമാണോ ഇത്?